നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NNRSTR സ്കൂൾ ഓഫ് വിസ്ഡം. ഇന്നലെ ഒരു ചോദ്യം വന്നത്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പം നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമോ എന്നുള്ള ഒരു ചോദ്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ മറുപടി ഇട്ടത് മെഡിറ്റേഷനും നോൺ വെജിറ്റേറിയൻ ഫുഡുമായിട്ട് ബന്ധമില്ല എന്നാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നി അതിനൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നി. അതുകൊണ്ട് അതൊരു കാര്യം. പിന്നെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ വന്നത്, നമ്മൾ 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന LMRK എന്ന് പറഞ്ഞിട്ട് മുരുകനുമായിട്ട് മീഡിയം വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് പറയുന്ന ഒരു രഞ്ജിത്ത് എന്ന് പറയുന്നത് യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് റിലേറ്റഡായിട്ട് ഈ 4th ഡയമെൻഷനിൽ ചെന്ന ബുദ്ധനെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ബുദ്ധൻ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിരുന്നത്. അപ്പം അത് കണ്ടവരുണ്ട് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ 4th ഡയമെൻഷനിൽ ബുദ്ധന് നിത്യചൈതന്യ എഴുതിയുടെ പുസ്തകത്തിൽ നിത്യചൈതന്യ എഴുതി ബുദ്ധനെ കാണുന്നതും സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള ബുക്കുകളുണ്ട്. പിന്നെ തിയോസഫിയിലും ബുക്കുകളുണ്ട്. ബുദ്ധ പൗർണമി ദിവസം ഈ ബുദ്ധനെ കാണുന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് തൽക്കാലം അതാണ് ഉത്തരം. മറ്റേ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഉദാഹരണങ്ങൾ വെച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട് പ്രീവിയസ് വീഡിയോ. അഡ്വക്കേറ്റ് മാസ്റ്ററിലൊക്കെ ഈ ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ബോഡി ഈസ് ദ ഹോഴ്സ് ഇൻ വിച്ച് യു റൈഡ്, യു ഹാവ് ടു ഫീഡ് ഇറ്റ് വിത്ത് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറയുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു കുതിരയെ പോലെയാണ് നമ്മുടെ ശരീരം. കുതിര നല്ലവണ്ണം ഇത് ചെയ്യണമെങ്കിൽ നമുക്കതിനെ ഫിറ്റായിട്ട് നിർത്തണമെന്ന് പറയുന്നത്. പിന്നെ എല്ലാം സയൻസാണ്, ഇതെല്ലാം സയൻസാണ്. നമ്മളിതിൽ ആരെയും അനുകരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം റിസർച്ച് റിപ്പോർട്ടുകൾ അവൈലബിളാണ്. നേരത്തെ പറയുന്നത് ശരീരം 3 ടൈപ്പുണ്ട്: കഫം, വാതം, പിത്തം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. പിന്നെ ക്ലൈമറ്റ്, ഒത്തിരി കാര്യങ്ങൾ. അപ്പം നമ്മൾ മറ്റുള്ളവർ പറയുന്നതിലല്ല. പക്ഷെ എന്നാലും ഉദാഹരണത്തിന് ഇറച്ചി കഴിച്ചാൽ 24 hours എടുക്കും ഡൈജഷൻ. മീൻ കഴിച്ചാൽ 48 hours എടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീ മൈൻഡ് കിട്ടത്തില്ല. അപ്പം ഇതൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. കുറേ കഴിയുമ്പം നമുക്കതിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷെ തുടക്കം സ്റ്റേജിൽ ഇതെല്ലാം വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യും. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജിതു കൃഷ്ണമൂർത്തിയെടുത്ത് ആൽക്കഹോളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചായയും കാപ്പിയും നമ്മൾ ആദ്യം കുടിക്കുന്നത് നിർത്തും, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം അതും ഈ പറഞ്ഞ കണക്കാണ്, അഡിക്ഷനാണ്. നമുക്കിപ്പോൾ ഒരു ചായ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ടൈമിൽ കുടിച്ചില്ലെങ്കിൽ നമുക്കത് കുടിക്കണം എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ നമുക്കതിനോടൊരു ആസക്തിയുണ്ട്. അപ്പോൾ അത് ബ്രെയിൻ ഇൻസ്റ്റിങ്ക്റ്റീവാണ്. നമ്മുടെ സ്വതന്ത്ര ചിന്തയെ അത് ബാധിക്കും. അപ്പം അത് ഡിസയറാണ്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ. അപ്പം എല്ലാവർക്കും എല്ലാത്തിനും ഒരേ ആൻസർ അല്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതുകൊണ്ടാണ് ഇവരാരെ അനുകരിക്കരുതെന്ന് പറയുന്നത്. വിവേകാനന്ദൻ്റെ ആഹാര രീതി കണ്ടിട്ട് മറ്റു ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്കും കഴിക്കാമോ? അപ്പം ഗുരു പറഞ്ഞത്, അത് വിവേകാനന്ദൻ്റെ ഇതനുസരിച്ച്, ഫ്രീക്വൻസി അനുസരിച്ച് പുള്ളിക്ക് കഴിക്കാം, പക്ഷെ നിങ്ങൾ കഴിക്കണ്ട. അപ്പം ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാമല്ലോ. ഒരു 7 ദിവസം വെജിറ്റേറിയനായിട്ടിരുന്ന് നോക്കുക, ഒരു 7 ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കുക. ഏതാണ് നമുക്ക് അനുയോജ്യം എന്നുള്ളത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും.
സംശയമൊന്നും വേണ്ട, വെജിറ്റേറിയൻ കഴിക്കുന്ന 7 ദിവസം തന്നെ ആയിരിക്കും ബെറ്റർ ഫീലിംഗ്. ഇതൊക്കെ ഓരോന്നോരോന്നും. ഇപ്പം ഫാസ്റ്റിംഗ്, വ്രതം എടുക്കുക, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അപ്പോൾ ഇതെല്ലാം റിസർച്ച് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നമ്മളിത് ചെയ്ത് നോക്കി നമ്മുടെ ശരീരത്തിന് അനുയോജ്യമാണ് ഇത് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് വെറും വയറ്റിൽ നാരങ്ങ വെള്ളം ഇളം ചൂടിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്, റിസർച്ച് റിപ്പോർട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ബോഡി ടൈപ്പിന് അനുയോജ്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമുക്കൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോയവരുണ്ടോ എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഡോക്ടർ ജോ ഡിസ്പെൻസ മാസത്തിലൊരിക്കൽ സെമിനാറുണ്ട്, 1000 പേരൊക്കെയാണ് പങ്കെടുക്കുന്നത്. അതിൽ പോകുന്നവർ ഒരു 70% 4th ഡയമെൻഷനിലേക്ക് പോകുന്ന എക്സ്പീരിയൻസ് യൂട്യൂബിലുണ്ട്. അവരുടെ വീട്ടിൽ അവർ വളർത്തിയിരുന്ന പക്ഷികൾ, മൃഗങ്ങൾ ചത്തുപോയതിനെ അവർ കാണുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയവരെ കാണുന്നു, അന്യഗ്രഹ ജീവികളെ കാണുന്നു ഒക്കെ അവർ പറയുന്നുണ്ട്. ഇത് തിയോസഫിക്കൽ സൊസൈറ്റിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് സാധ്യമാണെന്ന് പ്രൂവ്ഡാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിലൊത്തിരി റിസ്ക് ഉണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ കണക്ക് വൈറ്റ് ഫോഴ്സും ബ്ലാക്ക് ഫോഴ്സും ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ഈ ഔട്ടർ രൂപം വെച്ചിട്ട് ഒരിക്കലും അത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു മീഡിയംഷിപ്പ് വഴിയുള്ള, അല്ലെങ്കിൽ ഒരു മീഡിയം വന്നാൽ നമുക്കൊരു മീഡിയത്തിന് ആവശ്യമുണ്ടോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് നമ്മളിൽ കാര്യം വരുന്നത്. ഇപ്പം ഞാനീ സംസാരിക്കുന്നത് എത്ര പേര് കേൾക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ നോക്കാറുണ്ട്, ചിലപ്പോൾ ഒരു 10 പേര്, അല്ലെങ്കിൽ 20 പേര്, 30 പേര്, അല്ലെങ്കിൽ 100 കൂടുതൽ വരാറില്ല. നോർമൽ ടോക്കിൽ, വളരെ റെയർ ടോക്കിനൊക്കെ 1000 വന്നിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഇത് ആരാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരാളുടെ ഫ്രീക്വൻസി അനുസരിച്ച് അയാൾക്കൊരു കാര്യം അറിയണമെങ്കിൽ ആ ആളുടെ മാസ്റ്റർ അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹെൽപ്പേഴ്സ് അവർ ഗൈഡ് ചെയ്യും. അപ്പം അതിന് ആരെങ്കിലും ഒരാൾ പറയണ്ടേ. അതൊരു പക്ഷേ ഒരു ബുക്കിലൂടെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ അറിയാതെ, അല്ലെങ്കിൽ യാദൃച്ഛികം എന്നൊക്കെ പറയുന്നത്, അത് ഇവിടെ പറയുന്നുണ്ട്. നത്തിങ് ഈസ് ആക്സിഡൻ്റൽ, ഓൾ ഈസ് കോഇൻസിഡൻ്റൽ. ഇതൊക്കെ ആൽക്കമിസ്റ്റ് പോലുള്ള, അല്ലെങ്കിൽ സീക്രറ്റ് പോലുള്ള അതിഗംഭീര ബുക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒന്നും യാദൃച്ഛികമല്ല, എല്ലാത്തിനും ഒരു മെസ്സേജുണ്ട്. പക്ഷെ നമ്മൾ കണ്ണ് തുറക്കുന്നില്ല, നമ്മൾ ചെവി തുറക്കുന്നില്ല. കാര്യം നമ്മുടെ കണ്ണുകളിലെല്ലാം കാണുന്നതെല്ലാം നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഴ ഇങ്ങനെ ആയിരിക്കണം, വെയിൽ ഇങ്ങനെ ആയിരിക്കണം, ചൂട് ഇങ്ങനെ ആയിരിക്കണം, തണുപ്പ് ഇങ്ങനെ ആയിരിക്കണം. കേൾക്കുന്നതും അതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ഈ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അവിടെയാണ് നമുക്ക് ഫ്രീഡമില്ല, ഫ്രീഡം ഓഫ് തോട്ടില്ല, ഫ്രീഡം ഓഫ് സീയിങ് ഇല്ല, ഫ്രീഡം ഓഫ് ഹിയറിങ് ഇല്ല. അപ്പം എല്ലാത്തിൻ്റെ പുറകിലും ഒരു സയൻസ് ഉണ്ട്. നമ്മൾ ആ സയൻസ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കരുത്. എല്ലാം ഇന്ന് പല യൂണിവേഴ്സിറ്റികളും ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് റിപ്പോർട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പ്രബന്ധങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇതിലൂടെ പോകണം നമ്മൾ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു തുണ്ടു പുസ്തകം വായിക്കുകയോ, ആരെങ്കിലും ഒരാൾ, ആരെങ്കിലും പറഞ്ഞാൽ ആരോ ആയിക്കോട്ടെ, അതൊരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തി ആയിക്കോട്ടെ, അവർ പറയുന്നത് തെറ്റെന്നല്ല. അവർ പറയുന്നത് അവർ മനസ്സിലാക്കിയ ലെവലിൽ നിന്നുണ്ടെന്ന്. പക്ഷെ കേൾക്കുന്ന നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി അനുസരിച്ചാണ്. ഒരു പക്ഷേ അവർ പറയുന്നതിനേക്കാൾ ഉയർന്ന ലെവലിൽ നമുക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടും. ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പം അതിൽ നമ്മൾ പങ്കെടുക്കണം. ഇപ്പോൾ പല രാജ്യങ്ങളിലുള്ള സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിലെ സിനിമ ഇതാണ്. വെറും മലയാള സിനിമയും ഹിന്ദി സിനിമയും തമിഴ് സിനിമയും കാണുന്ന ഒരാൾക്ക് അതാണ് സിനിമയെന്ന് അയാൾ വിശ്വസിക്കുന്നത്. അപ്പം
അങ്ങനെ ഉള്ളതിൽ പങ്കെടുക്കണം. അപ്പോൾ അതിൽ ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ഡയറക്ടർമാരും ആക്ടേഴ്സുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട് സിനിമ കണ്ടിട്ട്, ഈ സിനിമയുടെ മെസ്സേജ് എന്താണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ അറിയാം, അങ്ങനെ മെസ്സേജ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് നിങ്ങളാണ്, കാഴ്ചക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന്. അന്നൊന്നും എനിക്കിത് മനസ്സിലായില്ല, എന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് സത്യം, ശരിക്കും അതാണ് സത്യം. ഞാൻ പല സ്ഥലത്തും ഈ സ്റ്റുഡൻസിന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, മെഡിറ്റേഷൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഫീഡ്ബാക്ക് ഞാൻ എഴുതി വാങ്ങിക്കാറുണ്ട്. അതിൽ ചിലരുടെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടാത്ത മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാ നമ്മൾ നടത്തുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൊടുക്കുന്നവരുടെയിലല്ല, ഇത് എടുക്കുന്നവരിലാണ്, അവരുടെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ്. അപ്പം അതാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്, പക്ഷേ കേൾക്കുന്നവരുടെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കണം. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് കോപ്പി അടിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല. ഇപ്പം അതാണല്ലോ നമുക്ക് ചുറ്റും നടക്കുന്നത്. നമുക്ക് PhD ഉൾപ്പെടെ പൈസ കൊടുത്ത് വാങ്ങിക്കാം, പുസ്തകം ഉൾപ്പെടെ മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കാം. അപ്പം ഇതിലത് സാധ്യമല്ല. ഇതിൽ അവരവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇന്ന് ദൈവം സഹായിച്ച് ഏത് ചോദ്യം നമ്മൾ ചോദിച്ചാലും നമുക്ക് വിതിൻ സെക്കൻഡ്സ് മറുപടി കിട്ടും. അത്ര ഡേറ്റാബേസ് നമുക്കിന്ന് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ അവൈലബിളാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഏത് ടോപ്പിക്കിനെ കുറിച്ചും ഒരു പഠനം നമ്മൾ നടത്തി അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ചിലർ പറയും മുട്ട കഴിക്കരുതെന്ന് പറയും, ചിലർ പറയും മുട്ടയുടെ വെള്ളയെ കഴിക്കാവൂന്ന് പറയും, ചിലർ പറയും മുട്ട നല്ലതാണ്, കൊളസ്ട്രോളും മുട്ടയായിട്ട് ബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക, ഡെയിലി ഒരു മുട്ട വെച്ച് കഴിക്കുക, 45 ദിവസം ചെക്ക് ചെയ്ത് നോക്കുക. കൊളസ്ട്രോൾ ലെവലിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കഴിക്കുക, കൂടുതലാണെങ്കിൽ പിന്നെ വെള്ളം മാത്രം കഴിച്ചു നോക്കുക. എന്നിട്ട് കൂടുതലുണ്ടെങ്കിൽ കഴിക്കണ്ട. അത്രയേ ഉള്ളൂ കാര്യം. ഇതുപോലെ തന്നെ ഓരോ കാര്യവും പഞ്ചസാരയുടെ ലെവൽ കൂടുതലാണെങ്കിൽ പഞ്ചസാര കഴിക്കരുതെന്ന് ഇവർ പറയും. തെറ്റാണ്. ഗ്ലൂക്കോസ് ഗോഡസ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ബുക്കുണ്ട്. നമുക്ക് ഷുഗർ കണ്ടൻറ്റ് അത്യാവശ്യമാണ് നമ്മുടെ ബോഡിയിൽ, അത് മൊത്തം നിർത്താൻ പാടില്ല. ഇതിവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയത്തില്ല. ഒന്നെങ്കിൽ മരുന്ന് കഴിക്കും, പഞ്ചസാര കഴിച്ചിട്ട് മരുന്ന് കഴിക്കും. അല്ലാതെ മരുന്നിലല്ലാതെ മാറാൻ പറ്റുമെന്ന് ഡോക്ടർ പ്രസാദ് വയനാട്ടിൽ കേരളത്തിൽ ഒരാളുണ്ട്. എത്ര പേര് കേൾക്കാൻ തയ്യാറാണ്? അപ്പം നമ്മൾ ഓപ്പൺ മൈൻഡഡ് അല്ല. നമുക്കെല്ലാം അറിയാം, ഇനി ഇവിടെ ഒന്നും പഠിക്കാനില്ല എന്ന് വാതിലടച്ച് കിണറ്റിനകത്തിരുന്നാൽ കടലിനെ കുറിച്ച് അറിയാൻ പറ്റുമോ? ഇപ്പം നോൺ ഇസ് എ ഡ്രോപ്പ് ആൻഡ് അൺനോൺ ഇസ് എൻ ഓഷൻ. അതാണ് ലേണിംഗ് പ്രോസസ്സ്. അത് വായനയിലൂടെയല്ല, ഇൻ്റലിജൻസിലൂടെ കിട്ടേണ്ട കാര്യമാണ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അറിവ്. അതാണ് നമ്മൾ വളർത്തേണ്ടത്. അതിന് നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ് പറയുന്നത്, യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഡിഗ്രി PhD ആണെന്ന് പറയുന്നത്. എന്തോ PhD? നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാകും. എന്താ ഹൈപ്പോത്തസിസ്? നോൺ വെജിറ്റേറിയൻ ഫുഡ് ധ്യാനം ചെയ്യുന്നവർക്ക് നല്ലതാണോ ചീത്തയാണോ? അല്ലെങ്കിൽ ആഹാരവും മെഡിറ്റേഷനുമായിട്ട് ബന്ധമുണ്ടോ? മെഡിറ്റേഷൻ റിസൾട്ടുമായിട്ട് ബന്ധമുണ്ടോ? നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അത് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും എന്ന് വെച്ചാൽ പുസ്തകത്തിലൂടെയോ ഇൻ്റർവ്യൂയിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തും. ഇതാണ് ആക്ച്വലി നമ്മൾ ഓരോ കാര്യത്തിലും ചെയ്യേണ്ടത്. പിന്നെ ധ്യാനം മാത്രമല്ല, ഇതൊരു 24/365 നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് നിലനിർത്താം എന്നുള്ളതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് പ്രയോജനം കിട്ടുമെന്ന് തോന്നിയാൽ അവരോട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക.
എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. എന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. താങ്ക് യു.